പ്രവാസികൾ എന്തായാലും നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് വാങ്ങാതെ ആരും തിരിച്ചു വരാറില്ല. അപ്പം അങ്ങനെ തൃശ്ശൂർക്ക് പോകുന്ന സമയത്ത് ഡ്രസ്സ് വാങ്ങാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ കുട്ടനല്ലൊരു ബൈപ്പാസിന് അടുത്തായിട്ടുള്ള നമ്മുടെ ഹൈലൈറ്റ് മാൾ കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കാറ് പാർക്ക് ചെയ്ത് മാളിൻ്റെ ഉള്ളിലേക്കാണ്ട് കയറി. മാളിൻ്റെ ഉള്ളിലുള്ള ഓഫറുള്ള കടകളൊക്കെ തപ്പലായി. അതുമാത്രമല്ല, മാളിൻ്റെ സൗന്ദര്യം കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കാൻ ആദ്യമായിട്ടാണ് ഈ മാളിലേക്ക് നമ്മൾ വരുന്നത്. മാള് നമ്മുടെ ഗൾഫിലുള്ള മാളുകളെ പോലെ തന്നെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഇവിടെ കണ്ടു. കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പുകൾ, അതുപോലെ സിനിമ കാണാനുള്ള തിയേറ്റേഴ്സ്, മൾട്ടിപ്ലക്സ് കാര്യങ്ങൾ, അതുപോലെ നല്ല ഫുഡ് കോർട്ട്, അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസ് ഉണ്ട്. ഷോപ്പിംഗ് മാത്രമല്ല. പിന്നെ നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിംഗ് ആണ്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രസ് ഐറ്റംസ് ഒക്കെ വല്ല ഓഫറിന് കിട്ടോ എന്നുള്ളത്. അപ്പം അങ്ങനെ അവസാനം നമ്മൾ എത്തിയത് മാക്സിലാണ്. മാക്സിൽ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മളവിടെ നിന്ന് മേടിച്ചു. ഏകദേശം ഒരു 3000 രൂപയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഒരു കവർ പോലും അവർ തന്നില്ല ഫ്രീ ആയിട്ട്. കവർ വേണമെന്നുണ്ടെങ്കിൽ 10 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമുക്കങ്ങനെ പ്രത്യേകിച്ച് നാണം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ നേരെ കയ്യിൽ പിടിച്ചു. പിന്നെ പണ്ടാരണ്ട് പറഞ്ഞ പോലെ ചക്കിക്കത്തെ ചങ്കൻ എന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ കൂടെ കൂടിയതിന് ശേഷം അവളുടെ നാണം കൂടി പോയി. അപ്പോൾ പിന്നെ അവൾക്കും എന്താ പറയുക, കയ്യിൽ പാൻറ് ഷർട്ട് എന്തെങ്കിലും കയ്യിൽ പിടിക്കാനൊന്നും ഒരു പ്രശ്നമില്ല. ഓഹോയ് ഓഹോയ് എന്ന് പറഞ്ഞ പോലെ കയ്യിൽ തൂക്കി പിടിച്ചാണ് എൻ്റെ കൂടെ വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപ കൊടുത്ത് വാങ്ങുന്ന കവർ പേപ്പർ കവറാണ്. അപ്പോൾ നല്ല കവറും കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വാങ്ങാമായിരുന്നു. ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ 10 രൂപയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ചായ വരെ കുടിക്കാമല്ലോ. അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു.